നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിനെതിരായ പരാതിയിൽ നടി ഹണി റോസ് വെട്ടിലായിരിക്കുന്ന അവസ്ഥ. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പുകളില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ നിലവിലെ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പുകളില്ല എന്ന് പോലീസ് പറയുന്നു. നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്ന് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടയാതിരുന്ന കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഈ മാസം 27-ന് ഈ കേസ് പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കുകയായിരുന്നു. ഹർജി നൽകിയെങ്കിലും രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞില്ല. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണി റോസ് പരാതി നൽകിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തിയെന്നായിരുന്നു ഹണി റോസിന്റെ പരാതി. നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. ഇതിന് ചുവടുപിടിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉയർന്നത് എന്ന് ഹണി റോസ് പറയുന്നു. രാഹുൽ ഈശ്വർ ഒരു പൊതുബോധം തനിക്കെതിരെ സൃഷ്ടിക്കാനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം നിലപാടുകൾ എടുത്തത്. തനിക്കെതിരെ സംഘടിത ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് കേസെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ഹണി റോസ് ആവശ്യപ്പെട്ടിരുന്നു. തനിക്കെതിരെ വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായി ഉണ്ടായി എന്ന ഹണി റോസിന്റെ പരാതി. ഈ പരാതിയിൽ വിശദമായ നിയമോപദേശം തേടിയിരുന്നു പോലീസ്. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരെ ഒരു കേസെടുക്കാൻ വകുപ്പില്ല എന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്ന് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെങ്കിൽ കോടതിയെ സമീപിക്കണം എന്ന നിലപാടിലാണിപ്പോൾ പോലീസ്. ബോബി ചെമ്മണ്ണൂരിന്റെ ചില അധിക്ഷേപ പരാമർശങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടന ചടങ്ങിൽ ഹണി റോസിന് അപമര്യാദയായി പെരുമാറി എന്ന പരാതി. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പോടെയാണ് ആദ്യം ഹണി റോസ് രംഗത്ത് വന്നത്. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതിയെക്കുറിച്ച് വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഹണി റോസ് ചർച്ച നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ DGPയുമായി ഈ പ്രശ്നം ഹണി റോസ് തന്നെ സംസാരിക്കുന്നു. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുമായി ഹണി റോസ് നടത്തിയ കൂടിക്കാഴ്ച. അതിന്റെ തുടർച്ച അതിശക്തമായ പോലീസ് നടപടികളായിരുന്നു. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ തൂക്കിയെടുത്ത് പോലീസ് നേരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഒരു രാത്രി മുഴുവൻ ബെഞ്ചിലിരുത്തി ബോബി ചെമ്മണ്ണൂരിനെ പിറ്റേന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ 6 ദിവസത്തോളം ബോബി ചെമ്മണ്ണൂർ ജയിലിനുള്ളിൽ കഴിഞ്ഞു. ഒടുവിൽ ഹൈക്കോടതിയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയത്. ഈ ഘട്ടത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായ ചില പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ നടത്തി. അതാണ് ഹണി റോസിനെ ചൊടിപ്പിച്ചത്. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് അധിക്ഷേപ പരാമർശങ്ങളാണ്. എന്നാൽ ഇതിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെ 3 വർഷം ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങൾ അപലപനീയമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. തുടർന്ന് ചാനലുകളിൽ സംവദിക്കുമ്പോൾ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിനെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നത് പോലെ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയും പ്രതിഷേധവുമായി നീങ്ങിയിരുന്ന ഹണി റോസിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് തിരിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഹണി റോസിനെതിരായി. തലങ്ങും വിലങ്ങുമുള്ള ഈ പ്രതിഷേധവും പരാതികളുമൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്ന് പലവിധ വിമർശനങ്ങൾക്കിടവരുത്തി. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് സമൂഹ മാധ്യമ കുറിപ്പുകളിൽ ഹണി റോസ് കൊടുത്തത്. ഒടുവിൽ രാഹുൽ ഈശ്വറിന് മാപ്പില്ല എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ അവർ കുറിച്ചു. സോഷ്യൽ മീഡിയയിലെ പൊതുബോധം വളർത്താൻ രാഹുൽ ഈശ്വർ ശ്രമിച്ചിരുന്നു എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിലെ ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു. തുടർന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. ബോബി ചെമ്മണ്ണൂരിന് അനുകൂല വികാരം സമൂഹ മാധ്യമങ്ങളിൽ രൂപപ്പെടാൻ വരെ ഇതിടവരുത്തി. ഒടുവിലിത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഹണി റോസിനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തി എന്ന പരാതിയിൽ കേസെടുക്കാൻ നിർവാഹമില്ല എന്ന് പോലീസ് നിലപാടെടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതിയിൽ വലിയ പിന്തുണ ഹണി റോസിന് ലഭിച്ചിരുന്നു എങ്കിൽ രാഹുൽ ഈശ്വറിനെതിരായ പരാതിയിൽ വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവയ്ക്കാൻ വരെ ഹണി റോസ് തയ്യാറായില്ല. രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം ഹണി റോസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. പരാതിക്കൊപ്പമാണ് ഇത്തരം തെളിവുകളും ഹണി റോസ് കൈമാറിയത്. രാഹുൽ ഈശ്വറിനെതിരായ പരാതിയിൽ കേസെടുക്കാൻ മാർഗമില്ല എന്ന പോലീസ് നിലപാടിനെ ഇനി എങ്ങനെയാവും ഹണി റോസ് നേരിടുക? ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അവർ നേരിട്ട്
ഇക്കാര്യം പരാതിയായി അറിയിക്കുമോ? രാഹുൽ ഈശ്വറിനെതിരെ ഇനി എങ്ങനെ പരാതിയുമായി മുന്നോട്ട് നീങ്ങാം എന്നതിൽ നിയമോപദേശം ഹണി റോസ് തേടിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തുവരുന്നു. പോലീസ് കേസെടുക്കാത്തത് ഇപ്പോൾ ഹണി റോസിനെ ഞെട്ടിച്ചിരിക്കുന്നു. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടുമൊക്കെ ഹണി റോസ് പറഞ്ഞിരുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഈ ജാമ്യ ഹർജിയും പരിഗണിക്കുന്നത്. അറസ്റ്റ് വിലക്കണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. ഇതുവരെ എഫ്ഐആർ എടുക്കാത്തതാണ് അതിന് കാരണമായി കോടതി പറഞ്ഞത്. ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ താൻ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് എന്ന് രാഹുൽ ഈശ്വർ കോടതിയെ അറിയിച്ചു. വിമർശിച്ചു എന്നല്ലാതെ യാതൊരുവിധ നുണയോ അപവാദമോ താൻ പറഞ്ഞിട്ടില്ല. ഹണി റോസിനെ വിമർശിക്കാനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ട് എന്നതാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. സൈബർ ഇടങ്ങളിൽ ജനങ്ങളുടെ പൊതുബോധം ഒരു വ്യക്തിക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. രാഹുൽ ഈശ്വറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റിൽ ഹണി റോസും ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ക്ഷേത്രങ്ങളിൽ രാഹുൽ ഈശ്വർ പൂജാരി ആവാതിരുന്നത് നന്നായി എന്നൊക്കെ ഹണി റോസ് കുറിപ്പിട്ടിരുന്നു. രാഹുൽ ഈശ്വറിന് മാപ്പില്ല എന്നാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ഹണി റോസിനെതിരെ ഇനിയും ബഹുമാന പുരസ്സരം താൻ വിമർശനങ്ങൾ തുടരുമെന്ന് തന്നെയാണ് പിന്നീട് തുടർച്ചയായി രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത്. തനിക്ക് ജയിലിൽ പോകാൻ പേടിയോ മടിയോ ഇല്ല, തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. ഹണി റോസിനെ താൻ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ മുഖ്യവാദം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തത്. സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും മാധ്യമങ്ങളിലൂടെ താൻ പറഞ്ഞിട്ടില്ല. ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നതാണ് തന്റെ നിലപാട്. ഒടുവിലിത രാഹുൽ ഈശ്വറിന്റെ ഭാഗം പൂർണ്ണമായി വിജയിക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.